കേരളത്തിൽ സംഭവിച്ചിരുന്നാൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ CPM-ന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ, ഇടതുപക്ഷത്തിൻ്റെ പൊതുമുന്നേറ്റത്തെ ദുർബലപ്പെടുത്താൻ സുധാകരനെയും സതീശനെയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. വളരെ വലിയ ആഘോഷങ്ങളോട് കൂടിയാണ് കേരളത്തിലെ വലതുപക്ഷം ആ നേതൃമാറ്റത്തെ സ്വാഗതം ചെയ്തു. കെ സുധാകരന് കണ്ണൂരിൽ നിന്നുള്ള KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സഖാവ് പിണറായിക്കെതിരായിട്ട് വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്താനാകും എന്ന പ്രത്യാശയും പ്രതീക്ഷയോടും കൂടിയാണ് ഇവർ കൊണ്ടുവന്നത്. ആ കാലത്ത് ഇറങ്ങിയ പത്രങ്ങളും അന്നത്തെ പൊതുവസ്ഥയും നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പിണറായിയെ താഴെ ഇറക്കിയിട്ട് മാത്രമേ ഇനി ഞാൻ ഈ കസേര ഒഴിയുള്ളൂ എന്ന് പറഞ്ഞ സുധാകരൻ്റെ കസേര തട്ടിത്തെറിപ്പിച്ച് അവിടെ മതജാതി പരിഗണന വെച്ച് ഒരു അധ്യക്ഷനെ സ്ഥാപിക്കുക വഴി കോൺഗ്രസ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തെളിയിക്കുന്നത് അതിൻ്റെ പാപ്പരത്വമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, മാത്രമല്ല കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വം പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരൻ കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കസേര വലിച്ച് മറ്റൊരാളെ ഇരുത്തിയിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇതിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നില്ല. UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു തീരുമാനം. കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന നിലപാടുകൾ ചില തട്ടിപ്പ് പദ്ധതികളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില സാമുദായിക വർഗീയ സമവാക്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിച്ചു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ സാമുദായിക സമവാക്യങ്ങളുടെ ഏകോപനത്തിലൂടെ രാഷ്ട്രീയം നിലനിർത്തുകയും അതോടൊപ്പം ആ മേഖലയിൽ ഉയർന്നു വരുന്ന വ്യത്യസ്ത വർഗീയ വിഭാഗങ്ങളുമായി സന്ധി ചേരുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ എല്ലാതരം വർഗീയതയോടും വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട കാലമാണ്. തീവ്ര ഹിന്ദു വർഗീയത അധികാരത്തിലിരിക്കുകയാണ്. എല്ലാ വർഗീയതയും ഇന്നത്തെ സാഹചര്യത്തിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല. എന്നാൽ വർഗീയ ചേരുവകളെ ഉപയോഗപ്പെടുത്തുക രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എന്നുള്ള ഒരു പ്രയോഗമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. അവർക്ക് തന്നെ തിരിച്ചടിയാവാൻ പോകുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യമായ ഒരു രാഷ്ട്രീയ നടപടിയാണ്. അത് പരാജയത്തിന്റെ അടയാളവുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡിംഗ് ഫെസ്റ്റ്. വധൂവരന്മാർക്കായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ, വ്യത്യസ്തങ്ങളായ ബ്രൈഡൽ ഡിസൈനുകൾ, ബ്രൈഡൽ പർച്ചേസുകൾക്ക് നേടാം ആകർഷകമായ ഡിസ്കൗണ്ടുകൾ. എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. വെഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം. ബുക്കിംഗിനായി വിളിക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, തവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.